പരമ സാത്വികനായ നല്ല സ്വഭാവത്തിനുടമയായ ആ സുദർശനന്റെ വിവാഹമാണ് ഇതിൽ വർണ്ണിക്കുന്നത്. നോക്കാം എന്താണ് പറയുന്നത് നോക്കണ്ട നമുക്ക്. വേദവ്യാസ മഹർഷി പറയുന്നു, സുബാഹു രാജാവ് മകളുടെ വാക്കിന് അഭിമാനപൂർവ്വം മാനിച്ച് സദസ്സിൽ തിരിച്ചെത്തി ക്ഷണിക്കപ്പെട്ടു വന്ന രാജാക്കന്മാരോട് പറഞ്ഞു. അതാണല്ലോ പതിവ്, സ്വയംവരം പറഞ്ഞാൽ അതാണ് പതിവ്. അവരോട് പറഞ്ഞു, അല്ലയോ രാജാക്കന്മാരെ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ കൂടാരത്തിലേക്ക് തിരിച്ചു പോവുക. വിവാഹം നാളെ ആവാം. ഇന്ന് ഞാൻ തരുന്ന സമ്മാനങ്ങളൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് നാളെ ഈ മണ്ഡപത്തിലേക്ക് തിരിച്ചെത്തിയാൽ എത്ര പറഞ്ഞിട്ടും മകൾ മണ്ഡപത്തിലേക്ക് വരാൻ സമ്മതിക്കുന്നില്ല. നാളെ ഞാനും പത്നിയും അവളെ എങ്ങനെയെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞ് അനുനയിപ്പിച്ച് മണ്ഡപത്തിലേക്ക് ആനയിക്കാം. ആശ്രയിക്കുന്നവരോട് നീതിമാന്മാർ വൈരം വെച്ച് പുലർത്തുന്നത് ന്യായമല്ലല്ലോ. നാളെ നേരം പുലരട്ടെ, വിവാഹം ഇച്ഛാവരമോ വ്യവസ്ഥ വെച്ചോ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കരുതി രാജാക്കന്മാർ സ്വന്തം ശിബിരങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. രാജകൊട്ടാരത്തിൽ സുരക്ഷകൾ ഏർപ്പാടാക്കി രാജാവ് വിവാഹ ഒരുക്കങ്ങൾക്ക് ആരംഭം കുറിച്ചു. രാജാവ് വേദപണ്ഡിതന്മാരെ വരുത്തി മുഹൂർത്തം നിശ്ചയിച്ച് ശശികലയെ ആരും കാണാതെ അന്തഃപുരത്തിൽ ഒരു മുറിയിൽ ഒരുക്കി നിർത്തി. വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞു വന്ന വരനെ ഹോമാഗ്നി അർപ്പിക്കുന്ന ശാലയിൽ യഥാർത്ഥ സ്വീകരിച്ചിരുത്തി. അർഘ്യവും വസ്ത്രദ്വയങ്ങളും കുണ്ടലങ്ങളും വരന് നൽകി. കന്യാദാനത്തിന് മുന്നോടി എന്നവണ്ണം ഗോദാനവും ചെയ്തു. സുദർശനനും സന്തോഷവും എല്ലാം സ്വീകരിച്ചു. മനോരമയുടെ ആധിയും ഇല്ലാതെ കുബേര കന്യകക്ക് സമാനയായ സുന്ദരിയായ ശശികല തങ്ങളുടെ മഹാഭാഗ്യമാണെന്ന് കരുതി മനോരമ. മന്ത്രിയാൽ ആനയിക്കപ്പെട്ട സുദർശനനെ രാജാവ് വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകി മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. സർവാഭരണ വിഭൂഷിത വിവാഹ വസ്ത്രങ്ങൾ ധരിച്ച് വരുന്ന വധുവിനെ സഖികൾ പല്ലക്കിലേറ്റി മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വിധിപ്രകാരം വേദജ്ഞന്മാർ ഹോമാഗ്നി ജ്വലിപ്പിച്ചു. പ്രധാന പുരോഹിതൻ വധൂവരന്മാരെ ഹോമകുണ്ടത്തിന് മുമ്പിൽ ഇരുത്തി. അന്യോന്യ പ്രേമം സഫലമാവുന്നതിന്റെ ചാരിതാർത്ഥ്യം അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് പ്രകടമായിരുന്നു കേട്ടോ. അവർ ഹോമാഗ്നിയിൽ മലരർപ്പിച്ചു. ഗോത്രകുലോചിതമായ കർമ്മങ്ങളെല്ലാം വിധിപോലെ ചെയ്ത് രണ്ടുപേരും ഹോമാഗ്നിയെ വലം വെച്ചു. സുബാഹു രാജാവ് സുദർശന് പാരിവർഗമായി അനവധി ദ്രവ്യങ്ങളും ആഭരണങ്ങളും നൽകി. അശ്വങ്ങളെ പൂട്ടിയ രഥങ്ങൾ, യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ, ഗജശ്രേഷ്ഠന്മാർ, സ്വർണ്ണാഭരണ വിഭൂഷിതകളായ അനവധി ദാസിമാരെ എല്ലാവർക്കും വേണ്ടവണ്ണുണ്ട്. ആയുധധാരികളായ ഭക്തന്മാരുണ്ട്, രത്നങ്ങള്, വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുണ്ട്. ഒക്കെ എന്തൊക്കെയാ വേണ്ടിച്ച കന്യാശുൽക്കമായി ഒട്ടം കൊടുത്തു സുദർശനന്. സുദർശനന്റെ അമ്മയെ മനോരമയെ കൂട്ടിക്കൊണ്ടുവന്ന് വിനയപൂർവ്വം രാജാവ് പറഞ്ഞു, ഞാൻ അവിടത്തേക്ക് വിധേയനാണ്. ഇനി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? രാജപുത്രി, മനോരമ റാണി പറഞ്ഞു, ധ്രുവേന്ദ്ര, അങ്ങയുടെ കുലത്തിന് മംഗളം ഭവിക്കട്ടെ. അങ്ങയുടെ സുന്ദരിയായ മകളെ എൻ്റെ മകന് കന്യാദാനം ചെയ്ത് അങ്ങ് എന്നെ മാനിച്ചു. അങ്ങയുടെ ബന്ധുത്വം മൂലം എൻ്റെ മകൻ സുവേരുവിനെ പോലെ വളർന്നു വലുതായി. സ്വന്തം ആൾക്കാരെ വാഴ്ത്തി സ്തുതിക്കാൻ ഞാൻ വൈതാളിക പുത്രിയല്ല. അങ്ങയുടെ ശ്രേഷ്ഠയായ പുത്രി രാജ്യം പോലും ഇല്ലാത്ത എൻ്റെ മകന് നൽകിയില്ലേ? അങ്ങയുടെ പ്രഭാവം വിചിത്രം തന്നെയാണ്. ഈ പ്രതാപികളായ രാജാക്കന്മാരെ ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ കായികനികൾ ഭുജിച്ച് ജീവിതം കഴിച്ചു കൂട്ടുന്ന ദരിദ്രനായ എൻ്റെ മകന് നൽകി. ഞങ്ങളെ മാനിച്ചില്ലേ അങ്ങന്ന് ഈ അമ്മ മനോരമ രാജ്ഞി പറഞ്ഞു അദ്ദേഹത്തോട്. വീണ്ടും പറയുന്നവര് കുലം, വിത്തം, ബലം തുടങ്ങിയവയൊക്കെ നോക്കിയേ സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുക്കാറുള്ളൂ. ബലവാന്മാരും ശ്രേഷ്ഠന്മാരുമായ രാജാക്കന്മാരുടെ ശത്രുതയെ അവഗണിച്ച് എന്റെ മകനായ സുദർശനന് സ്വന്തം മകളെ പരിണയം ചെയ്ത് കൊടുത്ത അങ്ങയുടെ ധൈര്യത്തെ ഞാൻ എങ്ങനെയാണ് പ്രശംസിക്കേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് രാജ്ഞി പറഞ്ഞു. അപ്പൊ മനോരമ റാണിയുടെ വാക്കുകൾ കേട്ട് ചരിതാർത്ഥനായ രാജാവ് സന്തോഷത്തോടെ തൊഴുതുകൊണ്ട് പറഞ്ഞു, ഈ വിശ്രുതമായ കാശി രാജ്യം ഏറ്റെടുക്കുക. ഞാൻ സേനാപതിയായി ഒപ്പം നിന്ന് കാര്യങ്ങൾ നടത്തിക്കൊള്ളാം. അല്ലെങ്കിൽ പകുതി രാജ്യമെടുത്ത പുത്രനോടുകൂടി ഇവിടെ താമസിക്കുക. എനിക്ക് വാരണാസി രാജ്യം വിട്ട് മറ്റെവിടെ പോവാനും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു രാജാവ്. രോഷാന്ധരായ രാജാക്കന്മാരെ സമാധാന വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കാം. എന്നിട്ടും അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അവസാനത്തെ അടവായ യുദ്ധവും ചെയ്യാം. ജനങ്ങൾക്കും പരാജയങ്ങൾക്കും ഹേതു ദൈവം തന്നെയല്ലേ.
ജയമാണെങ്കിൽ ജയം തരും, പരാജയം തരും. എല്ലാം ഈശ്വര നിശ്ചയമല്ലേ എന്ന് പറയുന്നത്. എന്നാൽ ധർമ്മം മാത്രമേ ജയിക്കൂ. അധർമ്മികളായ ഇവർക്ക് ജയം ഉണ്ടാവില്ല. രാജാവിന്റെ അർത്ഥോചിതമായ വാക്കുകൾ കേട്ട് അത്യധികം സന്തോഷം കൊണ്ട രാജ്ഞി പ്രകാരം പറഞ്ഞു, രാജൻ, അങ്ങയുടെ രാജ്യം അങ്ങ് തന്നെ മക്കളോടുകൂടി ഭരിക്കുക. അയോധ്യ രാജ്യം വീണ്ടെടുത്ത് എൻ്റെ മകൻ വരും. ഇപ്പോൾ ഞങ്ങൾക്ക് പോകാൻ സമ്മതം തന്നാലും പരാശക്തി തന്നെ അങ്ങയ്ക്ക് മംഗളത്തെ പ്രദാനം ചെയ്യും. ആ ദേവിയെ തന്നെ ധ്യാനിക്കുന്ന എനിക്ക് ഒട്ടും ആശങ്കയില്ല രാജൻ. അവർ രാത്രി മുഴുവൻ ദേവിയുടെ മഹാത്മ്യങ്ങളും മറ്റും പറഞ്ഞ് പ്രഭാതമാക്കി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോഴേക്കും ശശികലയുടെ വിവാഹ വാർത്ത നാടെങ്ങും പരന്നു. ഇത് കേട്ട് ക്രോധാവിഷ്ടരായ രാജാക്കന്മാർ പറഞ്ഞു, ഈ സുബാഹു രാജാവ് രാജാക്കന്മാർക്ക് തന്നെ കളങ്കമായിരിക്കുകയാണല്ലോ. വിവാഹത്തിന് അല്ലാത്ത സുദർശനനെയും ആ പെൺകുട്ടിയും സുബാഹുവിനെയും വധിക്കുക മാത്രമേ ഇനി ചെയ്യേണ്ടതൊരു അഹങ്കാരാണ് ഇതൊക്കെ. അല്ലാതെ മടങ്ങിപ്പോയാൽ നാം പരിഹാസരാവും. അത് ഉച്ചത്തിൽ വാദ്യമേള മുഴങ്ങുന്നു, വിവാഹഘോഷങ്ങളുടെ ആരവൻ ചെവിയിൽ മുഴങ്ങുന്നു. സുബാഹു നമ്മളോട് അസത്യമല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ സുദർശനുമായുള്ള എൻ്റെ മകളുടെ വിവാഹം രഹസ്യമായി നടത്തിയത്? എൻ്റെ അല്ല, അവരുടെ. നമ്മൾ രാജാക്കന്മാർ എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ച് ചെയ്യുക. ഇങ്ങനെ രാജാക്കന്മാർ തങ്ങളുടെ അഭിപ്രായം പറയുന്നതിനിടയിൽ സുബാഹു രാജാവ് തന്റെ സുഹൃത്തുക്കളോട് അവിടെ വിവരം അറിയിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. സുബാഹു അടുത്തെത്തിയത് കണ്ടിട്ടും കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന രാജാക്കന്മാർ ഒന്നും മിണ്ടാതെ മകനും പാലിച്ചു. എല്ലാവർക്കും കൂടെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതെന്തെന്ന്? സുബാഹു രാജാക്കന്മാരുടെ ബഹുമാന പുരസ്സരം കൈകൂപ്പി പറഞ്ഞു, എൻ്റെ മകൾ ശശികല സുദർശനെ തന്നെ പരിണയിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ എല്ലാവരും മഹത്തുക്കളും ദാനശീലനും ദയാശീലനുമാണല്ലോ. അതുകൊണ്ട് ദയവായി ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. രാജാക്കന്മാർ പറഞ്ഞു, അങ്ങ് ചെയ്തത് ഏതായാലും നന്നായി. എല്ലാവരും ശിബിരങ്ങളിലേക്ക് തിരിച്ചു പോയാലും. കേട്ടു സുബാഹു തിരിച്ചു നടന്നു ആലോചിച്ചു. നൈരാശ്യവും കോപവും കൊണ്ട് എന്ത് ചെയ്യാനും അവർ മടിക്കില്ല. രാജാക്കന്മാർ തമ്മിൽ തീർച്ചയാക്കി. ഉടനെ മാർഗം തടസ്സം ചെയ്ത് സുദർശനെ വധിച്ച് കന്യകയെ ഗ്രഹിക്കുക തന്നെ. എന്നാൽ ചിലർ പറഞ്ഞു, അവനെ കൊന്നതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത്? വന്നതുപോലെ തന്നെ തിരിച്ചു പോവാമെന്നും ചില രാജാക്കന്മാർ അങ്ങനെ പറഞ്ഞു. അപ്പോ ഓരോരോ ആൾക്കാർ ഓരോരോ അഭിപ്രായം പറഞ്ഞു. രാജാക്കന്മാർ ഇപ്രകാരം ഓരോന്നും പറഞ്ഞും ആലോചിച്ചും വഴിയിൽ തന്നെ നിന്നു. സുബാഹു ആകട്ടെ തന്റെ ഗൃഹത്തിൽ മടങ്ങിവന്ന് അനന്തര കാര്യങ്ങളെ പറ്റി ആലോചിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ 22-ാമത്തെ അധ്യായം ഭഗവത്പാദങ്ങളെ സമർപ്പിക്കുന്നത് നമ്മള്. ഇനി 23-ാമത്തെ അധ്യായത്തിൽ ആ സുദർശനന്റെ കുറെ ശത്രുക്കൾ ഉണ്ടല്ലോ, അവർക്കൊക്കെ ദേവി നാശം പറ്റുന്ന കഥയാണ് പറയുന്നത്. കാശിരാജാവായ സുബാഹു വധൂവരന്മാരെ കുറച്ചു ദിവസം കൂടി രാജകീയ സൽക്കാരങ്ങൾ നൽകി കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. സ്ത്രീധനവും വേണ്ട പോലെ നൽകി. വഴികളിലൊക്കെ രാജാക്കന്മാർ മാർഗതടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്ന് ചാരന്മാർ മുഖേന അറിഞ്ഞ സുബാഹുവിന്റെ മനസ്സിൽ പരിഭ്രാന്തി ഉണ്ടായി. ഈ സമയം സുദർശനൻ തന്റെ സുഷിരനോട് തിരിച്ചു പോകാനുള്ള അനുമതി ചോദിച്ചു. നേരെ ഭരദ്വാജാശ്രമത്തിലെത്തി അന്തരകൃത്യങ്ങളെ പറ്റി ആലോചിക്കാമെന്ന് അദ്ദേഹം രാജാവിനെ അറിയിച്ചു. അപ്പൊ രാജാവിന്റെ പരിഭ്രാന്തി വല്ലാത്ത പരിഭ്രാന്തിയായിരുന്നു. അത് കണ്ടിട്ട് സുദർശനൻ പറഞ്ഞു, അല്ലയോ പുണ്യാത്മൻ, അങ്ങോട്ടും പരിഭ്രമിക്കണ്ട. ജഗദമ്പ ഞങ്ങൾക്ക് സഹായമായി കൂടെ ഉണ്ടാവും. അതാണ് ദൃഢമായ ആ ഒരു ഭക്തി. അങ്ങനെയുള്ള ഭക്തിയാണ് നമുക്കും വേണ്ടത്. എവിടെ പോയാലും എന്നെ എൻ്റെ ഭഗവാൻ കാത്തോളും, അല്ലെങ്കിൽ എന്നെ എൻ്റെ അമ്മ ജഗദീശ്വരി കാത്തോളും, അല്ലെങ്കിൽ എന്നെ എൻ്റെ മഹാദേവൻ കാത്തോളും. ഇങ്ങനെ ആരെയാണ് ആരാധിക്കുന്നത് വെച്ചാൽ ആ ദൈവത്തിനെ മുറുകെ പിടിച്ചാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജാമാതാവിന്റെ ധൈര്യപൂർവ്വമുള്ള വാക്കുകേട്ട് രാജാവ് വരെ ധാരാളം ധനവും മറ്റു കൊടുത്ത് യാത്രയാക്കി. അവർക്ക് വഴിയിൽ സഹായം വേണ്ടിവരുമെന്ന് നിശ്ചയിച്ച് കാശിഭൂപനും തന്റെ സൈന്യങ്ങളെ കൂട്ടി അവരെ അനുഗമിച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ രാജാക്കന്മാരുടെ സൈന്യങ്ങളതാ വരുന്നു. അതുകൊണ്ട് സുബാഹുവിന് പരിഭ്രമമായി. സുദർശനാകട്ടെ ദേവിയെ മനസ്സിൽ ദൃഢമായി ധ്യാനിച്ച് ശ്രേഷ്ഠമായ ഏകാക്ഷരമായ കാമരാജമന്ത്രം ഭക്തിപൂർവ്വം ജപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ കുമാരന്റെ മനസ്സിൽ ശോകവും ഭീതിയും മകന്ന് നല്ല ശാന്തത അനുഭവപ്പെട്ടു. രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടതുകൊണ്ട് കാശി രാജാവും യുദ്ധത്തിന് തയ്യാറെടുത്ത് പെരുമ്പറയും കൊട്ടി
ശംഖം കുഴലും വിളിച്ചു. യുദ്ധാജിത്തും ശത്രുജിത്തും യുദ്ധത്തിന് തയ്യാറായി മുൻനിരയിലേക്ക് കയറി. ചിലർ യുദ്ധം കണ്ട് രസിക്കാൻ തയ്യാറായി. യുദ്ധാജിത്ത് സുദർശനന്റെ മുമ്പിലെത്തി. ശത്രുജിത്തും സഹോദരനെ വധിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി വസ്ത്രങ്ങൾ അയക്കാൻ ആരംഭിച്ചു. എന്താ കഥ? യുദ്ധം ഘോരമായി തന്റെ ജാമാതാവിനെ സഹായിക്കാൻ കാശി രാജാവും സൈന്യത്തോടുകൂടി അടുത്തെത്തി. യുദ്ധാണ് ഗംഭീരായി. എങ്ങനെയെങ്കിലും മരുമകൻ സഹായിക്കണം വെച്ചിട്ട് കാശി രാജാവും വന്നു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ സിംഹവാഹനാരൂഢയായി ദേവി പ്രത്യക്ഷപ്പെട്ടു. ദിവ്യാഭരണങ്ങളും ദിവ്യഭൂഷകളും കൈകളിൽ നാനാതരത്തിലുള്ള ആയുധങ്ങളും ധരിച്ച് കഴുത്തിൽ മന്ദാരമാലയും ചാർത്തി അതിസുന്ദരിയായ ചണ്ഡികയെ കണ്ട് രാജാക്കന്മാർ അത്ഭുത സ്തബ്ധരായി. ആരാണിത്? ഈ സിംഹാരൂഢയെ വന്ന ഈ സുന്ദരി ആരാണ്? എവിടെ നിന്ന് അവള് വരുന്നെന്നൊക്കെ കാശി രാജാവ് സുദർശനോട് ചോദിച്ചു. അപ്പൊ സുദർശൻ പറഞ്ഞു, നല്ലൊരു രാജൻ, ഈ ശക്തി സ്വരൂപിണി എന്നോടുള്ള ആലോചിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനാണ് ചോദിച്ചത്. എന്നോടുള്ള കൃപാതിരേഖ കൊണ്ട് എന്നെ അനുഗ്രഹിക്കാനായി വന്നതാണ്. ഞാൻ ഇന്ന് നിർഭയനായി തീർന്നു. കാശിഭൂപാലൻ സുദർശനും ആ പരാശക്തി ഭക്തി ആദരപൂർവ്വം നമസ്കരിച്ചു. പെട്ടെന്ന് ദേവിയുടെ വാഹനമായ സിംഹമുണ്ടല്ലോ, അതിഗംഭീരമായിട്ടൊരു അട്ടഹാസം കൊടുത്തു, ഒരു ഗർജനം. ആ ഗർജനം കേട്ട് ആനകളെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ഉഗ്രമായ കൊടുങ്കാറ്റ് വീശി പൊടിക്കാറ്റ് കൊണ്ട് അവിടെ ആകെ ഇരുട്ടിലായി. സുദർശനൻ തന്റെ സേനാപതിയോട് പറഞ്ഞു, രാജാക്കന്മാർ നിറഞ്ഞു നിൽക്കുന്നതിന് ഇടയിലേക്ക് പാഞ്ഞു പോകുക. കോപാന്ധരായി നിൽക്കുന്നവർ എന്താണ് ചെയ്യുന്നത് നമുക്ക് കാണാമല്ലോ. ഞാൻ സ്മരിച്ച മാത്രയിൽ തന്നെ ജഗദംബ നമ്മെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. ഒരു ശങ്കയും പരിഭ്രമവും വേണ്ടാന്ന് സേനാപതിയോട് പറഞ്ഞു. സുദർശനൻ പറഞ്ഞതനുസരിച്ച് സേനാപതി രാജാക്കന്മാരുടെ അടുത്തേക്ക് എത്തി. ഇത് കണ്ട് ക്രോധമുണ്ട് യുദ്ധാജിത്ത് രാജാക്കന്മാരോട് പറഞ്ഞു, ഇവൻ നമ്മളെയൊക്കെ അപമാനിച്ച് കന്യകയെ കൂട്ടി കൊണ്ടുപോവുകയാണ്. സിംഹാരൂഢിയായി വന്ന ഒരു സ്ത്രീയെ പേടിച്ചു നിൽക്കുകയാണോ? സ്ത്രീയോലും വേഗം അവനെ പിടിച്ചു കെട്ടിക്കൊല്ലുവൻ. അതിനുശേഷം ആ കന്യകയെ നമുക്ക് കൊണ്ടുപോകാം. അതേപ്പാ വിചാരിക്കേ വേണ്ടു. സിംഹത്തിന് അർഹതപ്പെട്ട ഭാഗം കുറുക്കം കൊണ്ടുപോകുകയോ? പ്രകാരം പറഞ്ഞുകൊണ്ട് തന്റെ പടയോടും ശത്രുജിത്തിനോടും കൂടി ക്രോധാനന്ദനായ യുദ്ധാജിത്ത് യുദ്ധത്തിനാഞ്ഞടുത്തു. അച്ഛനും മോനും യുദ്ധാജിത്ത് ഞാൻ വലിച്ച് കൂർത്തു മൂർത്ത അമ്പുകൾ ഇടമുറിയാതെ എയ്തുകൊണ്ടിരുന്നു. അച്ഛനല്ല, മുത്തശ്ശൻ. ആ അമ്പുകളെ ഒക്കെ സുദർശനനെ എയ്തു മുറിക്കുകയും ചെയ്തു. ഇത് കണ്ട് രോഷം കൊണ്ട ചണ്ഡിക യുദ്ധാജിത്തിന് നേർക്ക് ബാണങ്ങളെ അയച്ചു. 8 കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ച അംബിക യുദ്ധാജിത്തിനോടും സൈന്യങ്ങളോടും അതിഘോരമായി യുദ്ധം ചെയ്തു. യുദ്ധാജിത്തും ശത്രുജിത്തും ദേവിയുടെ അസ്ത്രങ്ങളാൽ വധിക്കപ്പെട്ട് തേരിൽ നിന്ന് തെറിച്ചു വീണു. ഇത് കണ്ട് സുദർശന പക്ഷത്തുള്ളവരൊക്കെ വിജയഘോഷം മുഴക്കി. പ്രതാപികളായ യുദ്ധാജിത്തും ശത്രുജിത്തും വധിക്കപ്പെട്ടത് കൊണ്ട് രാജാക്കന്മാർ വിസ്മയാധീനരായി. ആ രണ്ടുപേരുടെയും മരണം കണ്ട് സുബാഹു പ്രീതിപൂർവ്വം ജഗദംബികയെ സ്തുതിച്ചു. സുബാഹു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ. ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാർ വാഴ്ത്തിയിട്ടും അവിടുത്തെ വൈഭവങ്ങളുടെ വൈശിഷ്ട്യം മുഴുവനായി വർണ്ണിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ അജ്ഞനായ ഞാൻ എന്ത് പറഞ്ഞാണ് സ്തുതിക്കേണ്ടത്? സജ്ജനങ്ങളുടെ ചേർച്ച ഉണ്ടാൽ ചിത്തശുദ്ധി ഉണ്ടാകും. എന്റെ ജാമാതാവിന്റെ ചേർച്ച കൊണ്ട് എനിക്ക് ഈ ദിവ്യദർശനത്തിന് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹം പറയുന്നു രാജാവ്. ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ ദേവന്മാർ ഋഷീശ്വരന്മാർ തുടങ്ങി എല്ലാവരും കാണുവാൻ ആഗ്രഹിക്കുന്ന ഈ ദിവ്യദർശനം അഷ്ടാംഗയോഗങ്ങൾ ഒന്നും ശീലിക്കാതെ എനിക്ക് സാധിച്ചുവല്ലോ. ഈ മൂർഖ മനസ്സുള്ള ഞാൻ എവിടെ? സംസാര ദുഃഖത്തിനുള്ള വിശിഷ്ട മരുന്നാണ് അവിടുത്തെ ദർശനം. ദേവന്മാർ പോലും സദാ സേവിച്ചു കൊണ്ടിരിക്കുന്ന അവിടുന്ന് ഭക്തരിൽ വാത്സല്യമുള്ളവളാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രബലരായ ശത്രുക്കളെ നിഗ്രഹിച്ച് വലിയൊരു വിപത്തിൽ നിന്നും രക്ഷിച്ച അവിടുത്തെ പുണ്യചരിതവും ഭക്തരുള്ള കൃപാകടാക്ഷവും പിന്നെ എങ്ങനെ വാഴ്ത്തും? ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. സർവചരാചരങ്ങളെയും അവിടുന്ന് തന്നെയല്ലേ പരിപാലിക്കുന്നത്. ശത്രുക്കളെ നിഗ്രഹിച്ച് സുദർശനം രക്ഷിച്ച അവിടുത്തെ ദയാവായ്പിനെ പറ്റി ഞാൻ എന്ത് പറയുവാനാണെന്ന് രാജാവിനെ സ്തുതിക്കുന്നു ദേവിയെ. അവിടുത്തെ ഭരിക്കുന്ന ഭക്തന്റെ കീർത്തി ഉദ്ദീപ്തമാക്കി ജനങ്ങളെ ബോധിപ്പിക്കാൻ ചെയ്തതായിരിക്കും അല്ലെ ഇത്? അല്ലെങ്കിൽ എന്റെ മകളെ വേളി കഴിക്കുക കാരണം
ഉണ്ടായ യുദ്ധത്തിൽ ഈ കുമാരൻ എങ്ങനെ ജയിക്കും? സ്വന്തം ഭക്തന്മാർക്ക് ഹിതം ചെയ്യുവാനും അവരുടെ ജനിമരണ ഭീതി ഇല്ലാതാക്കുവാനും ശക്തയായ എല്ലാ ഗുണങ്ങൾക്കും അതീതയായവളും പാപപുണ്യങ്ങളില്ലാത്തവളുമായ നിൻ തിരുവടിയെ വാഴ്ത്തുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അവിടുത്തെ ദർശന ഭാഗ്യം ലഭിക്കുക കാരണം ഞാൻ ധന്യനായി, സുകൃതിയായി, ചാരിതാർത്ഥനായി. എനിക്ക് മന്ത്രമറിയില്ല, അറിവുമില്ല. എങ്കിലും അവിടുത്തെ ദിവ്യമാഹാത്മ്യം എനിക്ക് ശരിക്കും മനസ്സിലായി അമ്മേ ജഗദംബികെ. സുബാഹു ഇപ്രകാരം സ്തുതിച്ചപ്പോൾ പ്രസന്നവദനയായ ദേവി കാശി രാജാവോട് പറഞ്ഞു, അല്ലയോ നൃപോത്തമ, അങ്ങക്ക് എന്താണ് വരം വേണ്ടതെങ്കിൽ ചോദിച്ചു കൊള്ളുക എന്ന്. അങ്ങനെ ആ ജഗദംബിക വരം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇന്നത്തെ ഭാഗമല്ല, ആ 23-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. ഇനിയിപ്പോ 24-ാമത്തെ അധ്യായത്തിൽ എന്താ നോക്കാം. വേദവ്യാസം പറയണു, ദേവിയുടെ വാക്കുകൾ കിട്ടും നൃപസത്തമനായ സുബാഹു ഭക്തി ആദരങ്ങളോടുകൂടി ഇപ്രകാരം പറഞ്ഞു, അമ്മേ ജഗദംബികെ, ദേവന്മാർ എല്ലാവരും ഒരു ഭാഗത്ത്, എന്നാൽ പോലും മറുഭാഗത്ത് ഒറ്റക്ക് നിൽക്കുന്ന അമ്മക്ക് തുല്യമാവില്ല. അവിടുത്തെ ദിവ്യദർശനം കൊണ്ട് കൃതാർത്ഥനായുള്ളവൻ ഈ ലോകത്തിൽ മറ്റെന്താണ് ആഗ്രഹിക്കേണ്ടത്? എന്ത് വരമാണ് ചോദിക്കേണ്ടത്? എന്നാലും ദേവി, ഒരേയൊരു വരം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തോടുള്ള എൻ്റെ ഭക്തി അചഞ്ചലമായി തുടർന്നുകൊണ്ടിരിക്കണം. ഒരിക്കലും നശിക്കാത്ത ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. അവിടുന്ന് കാശി രാജ്യത്തെ സ്ഥിരമായി വസിക്കുക. സുദർശനനെ ശത്രുക്കളിൽ എപ്രകാരം രക്ഷിച്ചുവോ അപ്രകാരം ദുർഗാദേവി എന്ന നാമത്തോടുകൂടി ശക്തിസ്വരൂപിണിയായി കാശി രാജ്യത്തെ വാരാണസിയെ എപ്പോഴും കാത്തു രക്ഷിക്കണം. ഈ വരമല്ലാതെ മറ്റെന്താണ് ഞാൻ യാചിക്കേണ്ടത് എന്ന് രാജാവ്, അതാണ് ഭക്തന്മാരുടെ ലക്ഷണം. അത് വേണം ഇത് വേണം എന്നൊന്നും ചോദിക്കൂല. ലോകത്തിന് അമംഗളമായതൊന്നും സംഭവിക്കാതിരിക്കാൻ അവിടുത്തെ അനുഗ്രഹം വേണം അമ്മയെന്ന് പറഞ്ഞു. തുതിച്ചും കൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന രാജാവിനോട് ദുർഗാർത്തിനാശിനിയായ ദുർഗ കരുണയോടെ ഇപ്രകാരം പറഞ്ഞു, ഈ വാരാണസിപുരി നിൽക്കുന്നിടത്തോളം ഞാൻ ഈ പരിശുദ്ധ ഭൂമിയിൽ സർവ്വജനങ്ങൾക്കും ഹിതം ചെയ്യുവാനായി വസിക്കും. ഈ സമയത്ത് സുദർശനൻ ദേവിയുടെ മുന്നിലെത്തി ഭക്തിപുരസ്സരം സ്തുതിച്ചു. അവിടുത്തെ കൃപാകടാക്ഷത്തിന്റെ വൈഭവത്തെ പറ്റി ഞാൻ എന്താണ് പറയേണ്ടത് അമ്മേ? ഇത്രയധികം കൃപ ചൊരിയുവാനൊരു അവിടത്തേക്കല്ലാതെ ആർക്കും സാധ്യമല്ല. ഈ വിശ്വം മുഴുവനും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും അവിടുത്തെ മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എന്നെ രക്ഷിച്ചതിൽ എന്താണ് അത്ഭുതമുള്ളത്? അവിടത്തേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മേ? ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? എൻ്റെ മൂഢത്വം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീർച്ചയാക്കാൻ പറ്റാതിരിക്കുകയാണ്. അവിടുത്തെ അനുജ്ഞ പോലെ ഞാൻ പ്രവർത്തിക്കാമെന്ന് സുദർശനം പറഞ്ഞു. പരാശക്തി സുദർശനോട് പറയുന്നു, അല്ലയോ പുണ്യാത്മൻ, അങ്ങ് അയോധ്യയിൽ പോയി അങ്ങയുടെ വംശത്തിന് അനുയോജ്യമായ രീതിയിൽ രാജ്യം ഭരിക്കണം. എന്നും എന്നെ സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് പൂജാദികൾ സമർപ്പിക്കുക. ആ രാജ്യത്തിന് സർവ്വ മംഗളങ്ങളും അതുകൊണ്ടുണ്ടാകും. അഷ്ടമിക്കും വിശേഷിച്ച് നവമിക്കും ചതുർദശിക്കും ദാനധർമ്മങ്ങളോടുകൂടി പൂജ ചെയ്യണം. അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ച് എന്നെ പ്രതിഷ്ഠ ചെയ്ത് ത്രികാല പൂജ വിദ്യാമണ്ണം ഭക്തിയോടുകൂടി ചെയ്യണം. രാജൻ, കൊല്ലം തോറും ശരൽക്കാലത്ത് എനിക്ക് മഹാപൂജ ചെയ്യണം. മേടം, കർക്കടകം, കുംഭം, തുലാം, 4 മാസം. വിശേഷിച്ച് നവരാത്രി കാലത്തും ഉത്സവമായി പൂജ കൊണ്ടാടണം. കറുത്ത വർഷത്തെ അഷ്ടമി ദിനത്തിലും 14-നും ഭക്തിയോടുകൂടി ബുധന്മാർ എന്നെ പൂജിക്കണം. ഇത്രയും പറഞ്ഞ് ജഗദംബിക അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ഭഗവതിയെ കണ്ട സ്ഥലത്ത് സുദർശൻ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. ഈ സമയത്ത് രാജാക്കന്മാരെല്ലാവരും സുദർശനന്റെ അടുത്തെത്തി. ദേവന്മാർ ദേവേന്ദ്രൻ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിച്ചു. സുബാഹു രാജാവും സന്തോഷത്തോടെ അടുത്ത് തന്നെ കൈകൂപ്പി നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ജഗദംബികയുടെ മഹത്വം, ഈശ്വരാനുഗ്രഹം. ഇനി പൊന്നുണ്ണി കണ്ണനായാലും തന്നെ ആശ്രയിക്കുന്നവരൊരിക്കലും ഈ നിമിഷം വരെ ഭഗവാൻ കൈവിട്ടിട്ടില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അയോധ്യാധിപനായ സുദർശനോട് രാജാക്കന്മാർ പറഞ്ഞു, ഇനി അങ്ങാണ് ഞങ്ങളുടെ പ്രഭു, ഞങ്ങൾ അവിടുത്തെ ദാസന്മാരും. അയോധ്യാധിപതിയായി ഞങ്ങളെ വേണ്ട വിധം സംരക്ഷിച്ചാലും മഹാപ്രഭു എന്ന് പറഞ്ഞു. 4 പുരുഷാർത്ഥങ്ങളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ആ ഭവാനിയെ അങ്ങയുടെ കനിവ് കൊണ്ടാണ് ഞങ്ങൾക്ക് കാണുവാൻ ഭാഗ്യമുണ്ടായത്. അന്നേരം ഇവരെ ദുസ്വഭാവങ്ങളെല്ലാം വേലുകൊണ്ട് വെണ്ണ നെയ്യ് ഉരുക്കി പോന്നതുപോലെ
പോയി. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സുഹൃതിയും ധന്യനുമാണ് അങ്ങ്. അങ്ങക്ക് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെട്ടതാണ് ജഗദമ്പ. കാമക്രോധ മത മാത്സര്യങ്ങൾ നിറഞ്ഞ ഈ ഭവസാഗരത്തിൽ മുങ്ങിപ്പൊങ്ങിക്കഴിയുന്ന ഞങ്ങൾക്ക് ആരെ വേറെ ആശ്രയം? അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയുടെ പ്രഭാവം അറിയാൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ലയോ മഹാമതി, അങ്ങ് സർവജ്ഞനാണല്ലോ. ഈ പരാശക്തി എവിടെ നിന്നാണ് ഉണ്ടായതെന്നും ദേവിയുടെ പ്രഭാവം എമ്മട്ടിലാണെന്ന് ഞങ്ങളോട് പറഞ്ഞു തരണേ. സജ്ജനങ്ങൾ ദയാശീലരാണല്ലോ. ദേവി മഹാത്മ്യ സംസാര സാഗരം കടക്കാനുള്ള തോണിയാണല്ലോ. ആ പരാശക്തി രൂപവും ഉത്ഭവവും പ്രഭാവവും കേൾക്കാൻ ഞങ്ങൾക്കത് അതിയായ ആഗ്രഹമുണ്ട് എന്ന് രാജാക്കന്മാര് പറയുന്നു. ആരോട്? സുദർശനോട് പറയുന്നു. അപ്പൊ രാജാക്കന്മാരുടെ ചോദ്യം കേട്ട് സുദർശനൻ ദേവിയെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലോ നൃപന്മാരെ, ബ്രഹ്മവിഷ്ണു രുദ്രന്മാർക്ക് പോലും ആ ദേവിയുടെ പ്രഭാവത്തെ പറ്റി ശരിക്കും അറിയാത്ത സ്ഥിതിക്ക് ഞാൻ എന്തു പറയാനാണ്? വിശ്വത്തെ മുഴുവൻ പരിപാലിക്കാനായി ശ്രേഷ്ഠഭാവമായ സാത്വികീ ശക്തിയായി വരണ്യായ ഈ മഹാലക്ഷ്മി തന്നെയാണ് ആദിയിലുണ്ടായത്. സൃഷ്ടിക്കുമ്പോൾ ദേവി രജോരൂപിണിയായും പരിപാലിക്കുമ്പോൾ സാത്വികീ ശക്തിയായും സംഹരിക്കുമ്പോൾ താമസീ ശക്തിയായും വർത്തിക്കുന്ന ദേവി ത്രിഗുണത്തോടുകൂടിയവളാണ്. സർവാഭിഷ്ടങ്ങൾ നൽകുന്ന ദേവി ബ്രഹ്മാദികൾക്ക് നിർഗുണയാണ്. യോഗീന്ദ്രന്മാർക്ക് പോലും നിർഗുണയായ ആ ദേവിയെ മനസ്സിലാക്കാൻ വിഷമമാണ്. അതിനാൽ അറിവുള്ളവർ സഗുണധ്യാനമാണ് ചെയ്യേണ്ടത്. രാജാക്കന്മാര്, അങ്ങ് കുട്ടിക്കാലത്ത് യുദ്ധാചത്തിന് പേടിച്ച് കാട്ടിലേക്ക് പോയി എന്ന് കേട്ടിട്ടുണ്ട്. ഈ പരാശക്തിയെ പറ്റി അറിഞ്ഞതും ഉപാസിക്കാൻ സാധിച്ചതുമൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു. പറയുന്നു, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഋഷിമാർ പറഞ്ഞ് ദേവിയെ പറ്റി മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കാമബീജമന്ത്രം ഭക്തിപൂർവ്വം സ്മരിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ആ ദേവിയെ രാവും പകലും ഭക്തിയോടെ സ്മരിക്കുന്നുണ്ട്. അപ്പൊ സുദർശന്റെ വാക്കുകളിൽ നിന്ന് രാജാക്കന്മാർ ആ പരാശക്തിയുടെ മാഹാത്മ്യം നല്ലപോലെ മനസ്സിലാക്കി. പിന്നീട് അവർ സ്വന്തം ഗൃഹങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. അതിനുശേഷം ധർമാത്മാവായ ധ്രുവസന്ധി സുതനും കോസല രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. യുദ്ധാജിത്തും ശത്രുജിത്തും മരിച്ചതറിഞ്ഞ് മന്ത്രിമാർ വളരെ സന്തുഷ്ടരായ. സുദർശന രാജകുമാരൻ വന്നതറിഞ്ഞ അയോധ്യാവാസികൾ കാഴ്ചദ്രവ്യങ്ങളുമായി സുദർശനന്റെ അടുത്തെത്തി. പൗരജനങ്ങളും പൗരമുഖ്യന്മാരും തിരുമുൽ കാഴ്ചകളുമായി വന്ന് സന്തോഷത്തോടെ രാജാവിനെ എതിരേറ്റു. മുത്തശ്ശനും മോനും ഈ യുദ്ധത്തിൽ മരിച്ചു. രണ്ടും സൽഗുണ സമ്പന്നരല്ലേ, അല്ല ദുർഗുണ സമ്പന്നരാണ്. അപ്പൊ പിന്നെ ദേവിയുടെ കടക്കൺ വീക്ഷണം കൊണ്ട് തന്നെ വേണമെങ്കിൽ മരിക്കുമല്ലോ അവരൊക്കെ. അയോധ്യയിൽ സഹധർമ്മിണിയുമായി എത്തിയ രാജാവ് ജനങ്ങൾക്ക് പല സമ്മാനങ്ങളും നൽകി സന്തോഷിപ്പിച്ച് രാജധാനിലേക്ക് പ്രവേശിച്ചു. മന്ത്രിമാർ വന്ദിച്ചു, സ്തുതി പാഠകന്മാർ രാജാവിനെ വാഴ്ത്തി സ്തുതിച്ചു. കന്യകമാർ മലരും പൂക്കളും വാരി വിതറി രാജാവിനെ എതിരേറ്റു. അങ്ങനെ 24-ാമത്തെ അധ്യായം നമ്മള് ഭഗവാന്റെ ഭഗവതിയുടെയും പാദപത്മങ്ങളിൽ